മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രഞ്ജിനി ഹരിദാസ് രംഗത്തെത്തിയിട്ടുണ്ട്. CJP പാർട്ടിക്ക് വേണ്ടിയിട്ട് തലസ്ഥാന നഗരിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു. അവിടേക്ക് യാത്ര തിരിക്കുക. അപ്പോൾ ഈ യുവാക്കളുടെ പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ അങ്ങ് എടുത്തു പറയാം. ഈ കഴിഞ്ഞ ദിവസം സലീം കുമാറിന്റെ മകനാണ് ചന്തു സലീം കുമാർ ആയിരുന്നു രംഗത്തെത്തിയിട്ട് ദേശീയ ചലച്ചിത്ര അവാർഡിനെതിരെ പോലും തോന്നിയത് പറഞ്ഞത്. ആകെ കുറച്ച് എന്തെങ്കിലും സിനിമയിൽ മുഖം കാണിച്ചിട്ടേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് മോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ്. നമ്മൾ അതിന് കഴിഞ്ഞ ദിവസം തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോ രഞ്ജിനി ഹരിദാസ് ആണ്. ഇത് കേരളത്തിലെ ഒരു ട്രെൻഡാ. തങ്ങളുടെ തിളക്കം നഷ്ടപ്പെടുമ്പോ, തങ്ങളെ ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോ മോദിക്കെതിരെ, BJPക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറയുക, ശ്രദ്ധ ആകർഷിക്കുക, അതിലൂടെ അങ്ങ് തിളക്കം തിരിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പൊ ട്രെൻഡായിട്ട് കേരളത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോ വലിയ രീതിയിൽ രഞ്ജിനി ഹരിദാസ്, യുവാക്കൾ, പുതുതലമുറ, അവർക്ക് വേണ്ടി ഞാനങ്ങ് ഡൽഹിക്ക് പോവുക, ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിലാണ് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. ഇവരുടെ പ്രൊഫൈലിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇത് വളരെ ചുരുക്കത്തില് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയാക്കിയിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം, എന്താണ് അവര് വിളിച്ചു പറഞ്ഞത് എന്നുള്ളത്. അത് കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ദില്ലിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് രഞ്ജിനി ഹരിദാസ്, കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് പരമാവധി വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് അവർ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ അവർ പുറത്തിറക്കിയിട്ടുള്ള വീഡിയോയിലുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള പ്രതികരണമല്ല, മറിച്ച് ദുരിതം അനുഭവിക്കുന്ന രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്തലാണ്. ജനാധിപത്യത്തിൽ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ സമരം ചെയ്യുന്നവരെ ഭീകരവാദികളെ പോലെയാണ് അധികാരികൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയവർ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇത് ജനാധിപത്യമാണ്, ഏകാധിപത്യമല്ല. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുക എന്നത് സാമ്പത്തികമായും സമയപരമായും ഏറെ ബുദ്ധിമുട്ടേറിയതാണെന്ന് തനിക്കറിയാമെന്നും ജോലി തിരക്കുകൾക്കിടയിലും രാജ്യം നേരിടുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിശബ്ദമായിരിക്കാൻ തനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് യാത്ര തിരിക്കുന്നതെന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗം 30 വയസ്സിൽ താഴെയുള്ള യുവാക്കളാണ്. അവരുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടത് ഒരു മുതിർന്ന പൗരന്റെയും കടമയാണ്. നേരിട്ട് വരാൻ സാധിക്കാത്തവർ തങ്ങൾക്കുള്ള മാധ്യമങ്ങളിലൂടെയെങ്കിലും ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തണമെന്നും നാളത്തെ പ്രതിഷേധങ്ങൾ സമാധാനപരമായി നടക്കുമെന്നും സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും പ്രത്യാക്ഷിക്കുന്നതായി രഞ്ജിനി ഹരിദാസ് തന്റെ സോഷ്യൽ മീഡിയ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. എന്താണ് രഞ്ജിനി ഹരിദാസ് ലക്ഷ്യം വെക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. കേരളത്തിലൊരു ശ്രദ്ധ കിട്ടണം. തനിക്കൊപ്പമുള്ള പിഷാരടിയൊക്കെ ഇവിടെ MLA ആയിട്ടുണ്ട്. ഇനി അതാണോ രഞ്ജിനി ഹരിദാസിന്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളതിന്റെ ആദ്യപടി അവർ ഭംഗിയായിട്ട് നിറവേറിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ മോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു പച്ച നുണ പടച്ചു വിട്ടാൽ ആളുകൾ പൊക്കിക്കൊണ്ട് നടക്കാനുണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ ഇനി രഞ്ജിനി ഹരിദാസിനോടുള്ള ചോദ്യങ്ങളാണ് വളരെ ലളിതമാണ്. ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറഞ്ഞത് സംഭവിച്ചു. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്തായിരുന്നു ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട ഒരു അന്വേഷണം നടത്തുകയല്ലേ? CBI അന്വേഷണം ആവശ്യപ്പെട്ടു. CBI അന്വേഷണം തന്നെ കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട് നടത്തി. അതിന്റെ റിസൾട്ട് വന്നു. അതായത് കോച്ചിങ് സെന്ററുകളുടെ ഓണേഴ്സ് മുതൽ സകല ആളുകളെ പെറുക്കിയെടുത്ത് ജയിലിൽ അടച്ചു. ഡിഫൻസ് മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതി പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് വീണ്ടും എക്സാം നടത്തി. 11.5 ലക്ഷം ആളുകളുടെ ഈ ജൂലൈ 17 റിസൾട്ട് വന്നവർ അഡ്മിഷൻ എടുത്തു. 11.5 ലക്ഷം ആളുകൾ ഈ അടുത്ത് റിസൾട്ട് വന്നു. ഈ എക്സാമുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം ഒരു നടപടി അല്ലാതെ എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്? ഈ ഭരണകൂടത്തെ തന്നെ അങ്ങ് ഒഴിവായി തരണം, അല്ലെങ്കിൽ മന്ത്രിമാരെ രാജിവെപ്പിക്കുക. അതൊക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. അതൊന്നും ഇവിടെ നടപ്പാവില്ല. അല്ലോ, തർക്കം വേണ്ട. പിന്നെ രഞ്ജിനി ഹരിദാസിനോട് നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ, ഏകാധിപത്യമാണ് ഇവിടെ, ജനാധിപത്യം ഇല്ല എന്നൊക്കെ.
നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് യഥാർത്ഥ ജനാധിപത്യമുള്ളത്. ഡൽഹിയിൽ സമരം ചെയ്യുന്നില്ലേ? സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്തതാണോ നിങ്ങൾ ഇങ്ങനെ വളരെ വലിയ രീതിയിൽ ശുഭിതയായിട്ടൊക്കെ രംഗത്തെത്തിയത്? സോനം വാങ്ചുകി എന്ന് പറയുന്നത് ആരാണ്? ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവനല്ലേ? ഈ രാജ്യത്തേക്ക് ചൈനീസ് പട്ടാളത്തിന് വഴി ഒരുക്കുമെന്ന് വിളിച്ചു പറഞ്ഞ നെറികെട്ടവനല്ലേ? രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ജയിലിൽ കിടന്നവനല്ലേ? ലഡാക്കിൽ വെച്ച് ജൻസി കലാപത്തിന് ബംഗ്ലാദേശിലും അതേപോലെ തന്നെ നേപ്പാളിൽ നടന്ന അതേ ശൈലിയിലുള്ള കലാപം ഈ രാജ്യത്തുണ്ടാക്കണമെന്ന തരത്തിൽ പ്രസംഗിച്ചവനല്ലേ? രാജ്യവിരുദ്ധനല്ലേ ഈ സോനം വാങ്ചുക? പിന്നെ ഇവരെ അറസ്റ്റ് ചെയ്തതിലാണ് നിങ്ങൾ ഇവിടെ ഏകാധിപത്യോ ജനാധിപത്യോ എന്നൊക്കെ ചോദിച്ചതെങ്കിൽ ആ സോനം വാങ്ചുക കൊല്ലപ്പെടാതിരിക്കാനാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. കൃത്യമായിട്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇനിയും പട്ടിണി കിടന്ന് മുന്നോട്ട് പോയാൽ മരണപ്പെടും. അതില്ലാതിരിക്കാൻ രഞ്ജിനി ഹരിദാസ് മുതൽ ഇതിനെതിരെ സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിൽ പ്രതിഷേധിക്കുന്ന സകല ആളുകൾക്കും ഈ സോനം വാങ്ചുക മരണപ്പെടുകയായിരുന്നു വേണ്ടത്? ലളിതമായ ചോദ്യം. കേന്ദ്ര സർക്കാർ സോനം വാങ്ചുകിനെ ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയത്. ഇതും സകല ആളുകളും തിരിച്ചറിയാം. ഇനി രഞ്ജിനി ഹരിദാസിനോടാ 2014 വരെ ഇതിനേക്കാൾ ഒരുപാട് വിഷയങ്ങൾ വ്യാപം തട്ടിപ്പ് ഓർമ്മയുണ്ടോ രഞ്ജിനി ഹരിദാസിന്? മധ്യപ്രദേശില് 2013 1990 മുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. വലിയ തട്ടിപ്പ് എന്തായിരുന്നോ? എക്സാം എഴുതാൻ പോലും വേറെ ആളുകൾ വന്നിട്ട് എക്സാം എഴുതിയിട്ട് ജോലി കൊടുക്കുക. മധ്യപ്രദേശിൽ നീറ്റ് എന്തൊക്കെ എക്സാമിലാ പകരം ആള് വന്ന് എഴുതുന്ന എത്ര ഒരു വ്യക്തത ഉണ്ടായിരുന്നു 2014 വരെ രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട എക്സാമുകൾ. ഏതെങ്കിലും ഒരു സമയത്ത് രഞ്ജിനി ഹരിദാസ് വാ തുറന്നു? ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒക്കെ അവിടെ ഉള്ളതാണല്ലോ. ഞാനിവിടെ ഒരു വാർത്ത കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു. LP സ്കൂൾ ടീച്ചർമാരുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതീകാത്മകമായി മണ്ണ് തിന്ന് പ്രതിഷേധിച്ചത്. അവരുടെ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം ഇവിടെ നടക്കുകയാണ്. 1 വർഷമായി ലിസ്റ്റ് ഇട്ടിട്ട്, പക്ഷേ ഇതുവരെ ഒരു നിയമനവും നടന്നില്ല. നിങ്ങൾ കേട്ടില്ലേ? മണ്ണ് വാരി തിന്ന നമ്മുടെ തലസ്ഥാന നഗരിയിലെ രഞ്ജിനി ഹരിദാസിന് അത് കാണാനേ പറ്റുന്നില്ല. അത് കണ്ടാ എന്താ പ്രശ്നം? ഒരു കൊല്ലായി നിയമനം നടക്കാഞ്ഞിട്ട് LDF സർക്കാരിനും UDF സർക്കാരിനും ഒരുപോലെ ബാധിക്കും. പിന്തുണയ്ക്കാൻ ആരെയും കിട്ടൂല. രഞ്ജിനി ഹരിദാസിന് ഫോളോവേഴ്സ് കൂടൂല, രഞ്ജിനി ഹരിദാസിന് പിന്തുണ കൂടൂല. ഇതോ BJPക്ക് എതിരാകുമ്പോ ഇവിടെ പൊക്കിപ്പിടിച്ചെടുക്കാൻ ഒരുപാട് ആളുണ്ടാവും. അപ്പൊ തലസ്ഥാന നഗരി, രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് ടിക്കറ്റ് എടുത്ത് ഓടുക. ഈ രഞ്ജിനി ഹരിദാസിനോട് പറയാനുള്ളത്, നിങ്ങൾ നടത്തുന്നത്, നിങ്ങൾക്ക് ആത്മാർത്ഥത ഇത്തരം വിഷയങ്ങളിൽ യഥാർത്ഥത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹിക്കൊന്നും ഓടണ്ട, നിങ്ങൾ തലസ്ഥാന നഗരിയിലേക്കൊന്ന് പോകണം. മണ്ണ് വാരി തിന്നുക. നിങ്ങൾ പറഞ്ഞ അതേ പ്രായം 30കളിൽ നിൽക്കുന്ന യുവാക്കൾ മണ്ണ് വാരി തിന്ന ജോലിയില്ലാഞ്ഞിട്ട് കണ്ണുനീർ തുള്ളികളാ. ഒന്ന് നോക്കണോ? വാർത്ത ഒന്ന് കാണണോ? അപ്പോഴേക്ക് ഓടുക. അവിടെ CJP എന്ന് പറഞ്ഞാൽ കൃത്യമാണ് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാ അവർ ചുക്കാൻ പിടിക്കുന്നത്. അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ജയിലിൽ കിടന്ന സോനം വാങ്ചുകിനെ അവർ പിന്തുണച്ച് സമര നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു. ബംഗ്ലാദേശിലെ, ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ, ഈ പറയുന്ന പാകിസ്ഥാനികള് ഒരുപാട് ആളുകൾ CJPയുടെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. നീ വെറുതെ പറയില്ല. CJPയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. വ്യാപകമായിട്ട് അവർക്ക് ഫണ്ട് എത്തുന്നുണ്ട്. ആ ഫണ്ട് നമ്മുടെ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ആളുകൾക്ക് പണം കൊടുത്തിട്ട് ഡൽഹിയിലേക്ക് എത്തിക്കുന്നുണ്ടോ? മറ്റൊരു സമരത്തിലും കാണാത്ത പല ആളുകളെയും ഡൽഹിയിലേക്ക് കാണുന്നേ. ഇപ്പൊ രഞ്ജിനി ഹരിദാസും നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് ഈ സമയത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിലേത് കാണുന്നില്ല. നമ്മളിൽപ്പെട്ട മലയാളികളെ കാണുന്നില്ല, അവരുടെ കണ്ണീര് കാണുന്നില്ല. കാണുന്നതൊക്കെ ഡൽഹിക്കാവുമ്പോ ആളുകൾ കൃത്യമായി ചോദിക്കും. പിഷാരടി MLA ആയതുപോലെ അടുത്തൊരു MLA സീറ്റാണോ ഉദ്ദേശിക്കുന്നത്? ലളിതമായ ചോദ്യം. അപ്പോ ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം നാട്ടിൽ തലസ്ഥാന നഗരിയിൽ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് സമരങ്ങളുണ്ട്, അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുക. എന്നിട്ടൊക്കെ പോരെ ഡൽഹിയിലുള്ളവർക്ക്, ഡൽഹിയിൽ ഈ പറയുന്ന സമരം നടത്തുന്നവർ കൃത്യമായിട്ട് പല പ്രവർത്തനങ്ങളും അവർക്ക് ലക്ഷ്യമുണ്ട്. പല പ്രവർത്തനങ്ങളും
അവരൊന്നും നേരായ മാർഗത്തിലല്ല. ഈ ചോദ്യപേപ്പർ ചോർച്ചയായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ചോദ്യം മറ്റൊരു എക്സാം നടത്തി അതിന് റിസൾട്ട് വന്ന് എല്ലാ രീതിയിലും വരുന്ന എക്സാമുകളും സുരക്ഷയിലൂടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് എന്താ ഇനി കരുതുന്നത്? ഇനി രാജിവെക്കലോ? അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഏതായാലും രഞ്ജിനി ഹരിദാസിന്റെ ഒക്കെ ഉദ്ദേശം എന്താണ്? ഇനി UDF-ന്റെയോ LDF-ന്റെയോ സ്ഥാനാർത്ഥിയാണോ ലക്ഷ്യം?